everyone, welcome to Bosco Campus Vision. This is Amrita TS, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. This is the 40th lecture of Company Administration. We are continuing with the board committees. We already discussed about the Nomination and Remuneration Committee and Stakeholders Relationship Committee, and here we are going to discuss about the Audit Committee. Board of Directors of every listed company and other classes of companies as may be prescribed shall constitute an audit committee. എല്ലാ ലിസ്റ്റഡ് കമ്പനീസിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ക്ലാസസ് ഓഫ് കമ്പനീസ് എന്ന് പറയുമ്പോഴത്തേക്കും കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർ, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അൺലിമിറ്റഡ് കമ്പനി, 1 person കമ്പനി, പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, holding company, subsidiary company, associate companies, companies in terms of access to capital, government company, foreign company, charitable companies, dormant companies, nidhi companies, public financial institutions. ഈ കമ്പനീസിൻ്റെ എല്ലാം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു ഓഡിറ്റ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കണം. Audit committee shall consist of 3 directors with independent director forming a majority. ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 3 ഡയറക്ടേഴ്സ് വരെ ആകാം. അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ടത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സാണ്. Every audit committee shall act in accordance with the terms of reference specified in writing by the board. എല്ലാ ഓഡിറ്റ് കമ്മിറ്റീസും അതാത് കമ്പനി ബോർഡ് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ടേംസ് അനുസരിച്ചായിരിക്കണം ഫങ്ഷൻ ചെയ്യേണ്ടത്. വിച്ച് ഷാൽ ഇൻക്ലൂഡ് ദ റെക്കമെൻഡേഷൻ ഫോർ അപ്പോയിൻമെൻറ്റ്, റെമ്യൂണറേഷൻ ആൻഡ് ടേംസ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് ഓഫ് ദി കമ്പനി. റിവ്യൂ ആൻഡ് മോണിറ്റർ ദി ഓഡിറ്റേഴ്സ് ഇൻഡിപെൻഡൻസ് ആൻഡ് പെർഫോമൻസ്. Examination of the financial statement and auditor's report thereon, scrutiny of intercorporate loans and investment, valuation of undertakings and asset of the company, evaluation of internal financial controls and risk management system, monitoring the end use of funds raised through public offers and related matters. ഒരു കമ്പനിയിലെ ഓഡിറ്റ് കമ്മിറ്റി ആയിരിക്കും ആ കമ്പനിയിൽ ആരൊക്കെയാണ് ഓഡിറ്റേഴ്സായിട്ട് അപ്പോയിൻ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ആ കമ്പനിയിൽ ഓഡിറ്റേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓഡിറ്റേഴ്സ് എന്തൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസാണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നതും ഓഡിറ്റ് കമ്മിറ്റി ആയിരിക്കും. അതുപോലെ ഓഡിറ്റേഴ്സിന് എന്ത് റെമ്യൂണറേഷനാണ് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഓഡിറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും. അതുപോലെ ഓഡിറ്റ് കമ്മിറ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചുമതലയാണ് റിവ്യൂ ആൻഡ് മോണിറ്റർ ദി ഓഡിറ്റേഴ്സ് ഇൻഡിപെൻഡൻസ് ആൻഡ് പെർഫോമൻസ്. ഒരു കമ്പനി അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന ഓഡിറ്റേഴ്സ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഇൻഡിപെൻഡൻസ്. ഇപ്പോൾ ഓഡിറ്റേഴ്സ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റേഴ്സ് ഇൻഡിപെൻഡൻസ് റെഫേഴ്സ് ടു ദി ഇൻഡിപെൻഡൻസ് ഓഫ് ദി ഇൻറ്റേർണൽ auditor or of the external auditor from parties that may have a financial interest in the business being audited. Independence requires integrity and an objective approach to the audit process. The concept requires the auditors to carry out his or her work freely and in an objective manner. അതായത് നമുക്കറിയാം ഏതൊരു കമ്പനിയിലാണെങ്കിലും ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് വളരെ സുതാര്യമായിട്ട് നടക്കേണ്ട ഒരു പ്രോസസ്സാണ് അല്ലേ. ഒരുപാട് ആളുകൾ കമ്പനിയിൽ ഇൻട്രസ്റ്റ്, അതായത് കമ്പനിയിൽ വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്തവരുണ്ടാവും, കമ്പനിയിലെ എംപ്ലോയീസ് ഉണ്ടാവും, മാനേജേഴ്സ് ഉണ്ടാവും, കമ്പനിയെ വിശ്വസിച്ചിരിക്കുന്ന ഗവൺമെൻറ്, സൊസൈറ്റി. അപ്പോൾ കമ്പനി വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവരെല്ലാം ട്രസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഓഡിറ്റേഴ്സിനെയാണ്. അതായത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും ജോലി ചെയ്യേണ്ട ആളുകളാണ് ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഡിറ്റ് കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് ഓഡിറ്റേഴ്സിൻ്റെ ഇൻഡിപെൻഡൻസ്. അതായത് കമ്പനിയിൽ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും അവരെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക. അവർക്ക് ഇൻറ്റഗ്രിറ്റി, അതായത് അവർക്ക് സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ അവരുടെ നീതിയുക്തമായിട്ട് അവർക്ക് കമ്പനിയിൽ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടോ
എന്ന് അന്വേഷിക്കുക. അവർ കൃത്യമായിട്ടാണോ ജോലി ചെയ്യുന്നത് എന്ന കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുക എന്നുള്ളത് ഓഡിറ്റ് കമ്മിറ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. Then third one is examination of the financial statement and the auditor's report thereon. ഇപ്പോഴും ഒരു കമ്പനിയുടെ ഓഡിറ്റ് കമ്മിറ്റി ആയിരിക്കും ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റ് സമയത്ത് കൃത്യമായിട്ടാണോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് കൃത്യമായിട്ടാണോ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഓഡിറ്റ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. Fourth one is scrutiny of intercorporate loans and investment. What is intercorporate loans and investment? When a company provides loan, security or guarantee to another company or any entity is termed as intercorporate loans, and when a company invests in any other company in any form is referred as intercorporate investment. According to Companies Act 2013, investments cannot be made through more than 2 layers of the companies. Layers means subsidiary or subsidiaries. ഒരു കമ്പനിയുടെ ഓഡിറ്റ് കമ്മിറ്റിയാണ് ആ കമ്പനി നടത്തിയിട്ടുള്ള ഇൻ്റർ കോർപ്പറേറ്റ് ലോൺസ്, അതായത് ആ കമ്പനി അക്വയർ ചെയ്തിട്ടുള്ള ഇൻ്റർ കോർപ്പറേറ്റ് ലോൺസിനെ കുറിച്ചും ആ കമ്പനി മറ്റേതെങ്കിലും കോർപ്പറേഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എൻറ്റിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടത്. അപ്പോൾ ഈ ഓഡിറ്റ് കമ്മിറ്റി എന്താണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഇതിനെക്കുറിച്ച് കൂടുതൽ സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഒരു കമ്പനിക്ക് 2 ലെയറിൽ കൂടുതൽ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ലോൺ അക്വയർ ചെയ്യാനോ പറ്റില്ല. 2 ലെയർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കമ്പനിയുടെ സബ്സിഡറി, അതായത് ഇപ്പോൾ എ ലിമിറ്റഡ് കമ്പനിയുടെ സബ്സിഡറിയാണ് ബിയും സിയും. അപ്പോൾ ഈ എ ലിമിറ്റഡ് കമ്പനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ബി ആൻഡ് സിയിൽ മാത്രമായിരിക്കും. അതിൽ കൂടുതൽ സബ്സിഡറീസിലോട്ട് ഒരു കമ്പനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റത്തില്ല. കമ്പനീസ് ആക്ട് 2013 പ്രകാരം അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ കമ്പനീസ് ലോൺ അക്വയർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻ്റർ കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് ഈ നിയമപ്രകാരമാണോ, അത് എന്തെങ്കിലും നിയമങ്ങൾ വയലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ എക്സാമിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഒരു കമ്പനിയുടെ ഓഡിറ്റ് കമ്മിറ്റിക്കായിരിക്കും. നെക്സ്റ്റ് ഇസ് വാല്യുവേഷൻ ഓഫ് അണ്ടർടേക്കിങ്സ് ആൻഡ് അസറ്റ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനി, അതായത് ഒരു കമ്പനിയുടെ ഓഡിറ്റ് കമ്മിറ്റിയാണ് ആ കമ്പനിക്ക് എത്രത്തോളം സ്ഥാപനങ്ങളുണ്ട്, എത്രത്തോളം ആസ്തിയുണ്ട്, എത്രത്തോളം രൂപ മൂല്യമുള്ള സ്ഥാപനങ്ങളും ആസ്തിയും ആ കമ്പനിക്ക് ഉണ്ട് എന്ന് നിർണയിച്ച് വെച്ചിരിക്കേണ്ടത് എപ്പോഴും ആ കമ്പനിയുടെ ഓഡിറ്റ് കമ്മിറ്റി ആയിരിക്കും. Next is evaluation of internal financial controls and risk management system. What is internal financial controls? It includes policies and procedures adopted by the company for ensuring the orderly and efficient conduct of its business. And what is risk management system? The process of managing risk. It is the process that helps identify and assess what risk may be posed to an organization and then moves to determine control or mitigating measures that should be implemented. Risk management does not come into play as soon as a crisis pops up. That is crisis management. Rather, risk management is part of day-to-day operations and involves preventing crises from the occurring and integrating their consequences if they do. Risk management can help organizations in their day-to-day business as well as in making strategic decisions by knowing what potential threats could cause business to be delayed, interrupted or worse. ഒരു കമ്പനിയുടെ ഓഡിറ്റ് കമ്മിറ്റിയുടെ അടുത്ത ചുമതലയാണ് ആ കമ്പനിയുടെ ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോളും അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റവും ഇവാലുവേറ്റ് ചെയ്യുക. അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷനിങ് എങ്ങനെയുണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്? ഒരു കമ്പനി എഫിഷ്യൻ്റായിട്ട് അല്ലെങ്കിൽ സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടി കുറേ റൂൾസ് ആൻഡ് പോളിസീസും പ്രൊസീജിയേഴ്സും നമ്മൾ ഫ്രെയിം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ റൂൾസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം?
ഒരു കമ്പനിക്ക് ഭാവിയിൽ വരാൻ എന്തൊക്കെ ത്രെഡ്സ് അല്ലെങ്കിൽ എന്തൊക്കെ അപകട സാധ്യതകളാണുള്ളത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അഥവാ ആ കമ്പനി അത് ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ മാനേജ് ചെയ്യണമെന്നും തീരുമാനിക്കുന്നതിനാണ് നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കമ്പനി ഒരു ക്രൈസിസ് ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെടുക്കുന്ന മെഷേഴ്സിനെ ഒരിക്കലും റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയത്തില്ല. അതിനെ നമ്മൾ ക്രൈസിസ് മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ കമ്പനി വരാൻ പോകുന്ന, അതായത് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന റിസ്കുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് മുൻകൂട്ടി കണ്ട് അതിനെ തരണം ചെയ്യാനായിട്ട് മുൻകൂട്ടി നമ്മൾ മെഷേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓഡിറ്റ് കമ്മിറ്റിയുടെ ചുമതലയാണ് ഒരു കമ്പനിയുടെ ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾസ് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം എഫക്റ്റീവ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത്. Monitoring the end use of funds raised through public offers and related matters. കമ്പനീസ് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് പബ്ലിക് ഓഫേഴ്സ് എന്ന് പറയുന്നത്. അതായത് കമ്പനിയുടെ ഷെയർസോ ഡിബെഞ്ചേഴ്സോ സെക്യൂരിറ്റീസോ എന്തെങ്കിലും തന്നെ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്ത് ഫണ്ട് കളക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്യുന്ന ഫണ്ട് ഫൈനലായിട്ട് എവിടെയാണ് പോയിരിക്കുന്നത്, എന്ത് ഇൻവെസ്റ്റ്മെൻറ്റാണ് നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ എന്ത് അസറ്റ്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത് എന്ന് മോണിറ്റർ ചെയ്യുക, അത് ക്ലിയറായിട്ട് മോണിറ്റർ ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം ഓഡിറ്റ് കമ്മിറ്റിക്കുണ്ട്. The audit committee shall have the authority to investigate into any matters referred to it by the board, and for this purpose shall have power to obtain professional advice from external sources. ഓഡിറ്റ് കമ്മിറ്റിക്ക് ബോർഡ് മെൻഷൻ ചെയ്തിട്ടുള്ള, അതായത് കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലോ എവിടെയെങ്കിലും ബോർഡ് മെൻഷൻ ചെയ്തിട്ടുള്ള ഏത് കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാനും വേണമെങ്കിൽ പുറത്തുനിന്ന് പ്രൊഫഷണൽ അഡ്വൈസ്, അതായത് എക്സ്പേർട്ടിൻ്റെ ഉപദേശങ്ങൾ തേടാനുമുള്ള അധികാരമുണ്ട്, അതോറിറ്റി ആൻഡ് പവർ ഉണ്ട്. The auditors of a company and the key managerial personnel shall have a right to be heard in the meeting of the audit committee when it consider the auditor's report but shall not have the right to vote. ഒരു കമ്പനിയുടെ ഓഡിറ്റേഴ്സിനും അതുപോലെ ആ കമ്പനിയുടെ കീ മാനേജീരിയൽ പേഴ്സണൽസ്, അതായത് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സോ അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടറോ മാനേജറോ കമ്പനി സെക്രട്ടറിയോ ഹോൾ ടൈം ഡയറക്ടറോ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓഫീസേഴ്സ്, അതായത് കീ മാനേജീരിയൽ പേഴ്സണൽസ്, ഓഡിറ്റേഴ്സിനും കീ മാനേജീരിയൽ പേഴ്സണൽസിനും ഓഡിറ്റ് കമ്മിറ്റിയിൽ ഇരിക്കാനുള്ള, അതായത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് കേൾക്കാനും ഓഡിറ്റ് കമ്മിറ്റിയിൽ അറ്റൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. എന്നാൽ എന്തെങ്കിലും സുപ്രധാനമായ തീരുമാനം ഓഡിറ്റ് കമ്മിറ്റി എടുക്കുമ്പോഴത്തേക്ക് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഓഡിറ്റേഴ്സ് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഇവർക്ക് രണ്ടുപേർക്കും ഇല്ല. The board's report under section 134 shall disclose the composition of an audit committee. കമ്പനീസ് ആക്ട് സെക്ഷൻ 134 പ്രകാരം ഒരു കമ്പനിയുടെ ബോർഡ്സ് റിപ്പോർട്ടിലാണ് ഓഡിറ്റ് കമ്മിറ്റിയിൽ ആരൊക്കെയാണ് ഉൾക്കൊള്ളേണ്ടത്, നോൺ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആണോ, ചെയർപേഴ്സൺ എത്ര മെമ്പേഴ്സ് ആവാം എന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ഓഡിറ്റ് കമ്മിറ്റി അല്ലെങ്കിൽ ആരൊക്കെയാണ് ഒരു ഓഡിറ്റ് കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് സെക്ഷൻ 134 ഓഫ് കമ്പനീസ് ആക്ട് 2013 പ്രകാരം ബോർഡ്സ് റിപ്പോർട്ടിലായിരിക്കണം. ബോർഡ്സ് റിപ്പോർട്ടിൽ അത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. Every listed company or such classes of companies shall establish a vigil mechanism for directors and employees to report genuine concerns in such manner as may be prescribed. A vigil mechanism provides a channel to the employees and directors to report to the management concerns about unethical behavior, actual or suspected fraud, or violation of the codes of conduct or policy. എല്ലാ ലിസ്റ്റഡ് കമ്പനീസും അവരുടെ ഡയറക്ടേഴ്സിനും എംപ്ലോയീസിനും കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതായത് അവരുടെ ജെന്യൂനായിട്ടുള്ള എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ അത് അധികാരികളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മെക്കാനിസം, ഒരു സിസ്റ്റം ഉറപ്പായിട്ടും കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഈ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അതായത് ഇത് ഉപയോഗിക്കുന്ന ഡയറക്ടേഴ്സിനോ എംപ്ലോയീസിനോ മറ്റു പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വരരുത്. അവരുടെ ജെന്യൂനായിട്ടുള്ള കൺസേൺസ്, അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഗ്രീവൻസസ് അധികാരികളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റം അത് പ്രൊവൈഡ് ചെയ്തിരിക്കണം.
The vigil mechanism shall provide for adequate safeguards against victimization of persons who use such mechanism and make provisions for direct access to the chairperson of the audit committee in appropriate or exceptional cases. ഈ സിസ്റ്റം എന്ന് പറയുന്നത്, അതായത് ഈ സിസ്റ്റം ഉപയോഗിക്കുന്ന എംപ്ലോയീസിനോ ഡയറക്ടേഴ്സിനോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാതെ സേഫ് ഗാർഡ് ചെയ്യുന്നൊരു സിസ്റ്റം ആയിരിക്കണം. പ്രത്യേക സാഹചര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഇടപെടാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ആ സിസ്റ്റം എംപ്ലോയീസിനും ഡയറക്ടേഴ്സിനും പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സിസ്റ്റം ഉപയോഗിച്ച് അവരവരുടെ കൺസേൺസ് അധികാരികളെ അറിയിച്ചു എന്ന് വെച്ചോ. അങ്ങനെ അറിയിക്കുമ്പോഴത്തേക്കും ഇവർക്ക് മറ്റെന്തെങ്കിലും ഹറാസ്മെൻറ്റോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ഫേസ് ചെയ്യേണ്ടി വരില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഓഡിറ്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണാണ്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡയറക്റ്റായിട്ട് അതിനകത്ത് ഇടപെടേണ്ടതായിട്ടുണ്ട്. Provided that the details of such vigil mechanism shall be disclosed by the company on its website and in the board's report. അതായത് എംപ്ലോയീസിനും ഡയറക്ടേഴ്സിനും ഉപയോഗിക്കാൻ പറ്റുന്ന സിസ്റ്റം, അതായത് ഈ മെക്കാനിസം എന്താണ്, അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങൾ കമ്പനി ഡീറ്റെയിൽ ആയിട്ട് കമ്പനിയുടെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ ബോർഡ്സ് റിപ്പോർട്ടിലും മെൻഷൻ ചെയ്തിരിക്കണം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കണം. Okay students, this is all for this session. Thank you for watching.